പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ശരീരത്തിന് മൊത്തത്തിൽ വേദന. അവർ പല ടെസ്റ്റുകളും ചെയ്തു നോക്കും. വാദത്തിനുള്ള ടെസ്റ്റ് നോക്കും, വിറ്റാമിൻ ഡിയുടെ കുറവാണോ എന്ന് നോക്കും, അപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് വേദന, അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കും. പക്ഷേ ഈ ടെസ്റ്റ് ഒക്കെ നെഗറ്റീവായിട്ടും ഇവർക്ക് ശരീരത്തിലുള്ള വേദന മാറുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഡോക്ടറെ കണ്ട് പെയിൻ കില്ലർ കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അൻഷ ധർമ്മരാജ്, Q&P ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ വാദത്തിൻ്റെ ആണോ, അതോ ഇനിയിപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത് കൊണ്ടാണോ, അതോ വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഈ ടെസ്റ്റൊക്കെ നെഗറ്റീവ് ആയി കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറയും അത് അവർക്ക് തോന്നലുണ്ടായിരിക്കാം ഇങ്ങനെ ശരീരത്തിൽ വേദന, അതായത് ടെസ്റ്റ് നെഗറ്റീവ് ആണല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷനെ പറയുന്നതാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ ക്രോണിക് ഫറ്റിഗ് സിൻഡ്രോം എന്ന് വിളിക്കും. അതായത് ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ശരീരത്തിൽ വേദന ഉണ്ടായിരിക്കും, പക്ഷെ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവരിൽ കുറേ കാലം ഇങ്ങനെ വേദന അനുഭവിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടാം, അതിനായിട്ട് വിഷമം കൂടാം. അപ്പോൾ ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ പെയിൻ മൂഡ് അങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്കാണെങ്കിൽ വേദന മാറുന്നില്ല, ടെസ്റ്റുകൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അസുഖമാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ എന്ന് വിളിക്കുന്നത്. ഈ ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തത്തിൽ വേദന. ഈ വേദന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. 3 മാസത്തിൽ കൂടുതലായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ശരീരത്തിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, മൊത്തത്തിൽ 18 പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കഴുത്തിന് ബാക്കിൽ, പിന്നെ നമ്മുടെ ഈ രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലായിട്ട്, പിന്നെ കൈമുട്ടിൻ്റെ ഭാഗത്തായിട്ട്, പിന്നെ നമ്മുടെ കാൽമുട്ടിൻ്റെ മുകളിലായിട്ട്, ബട്ടക്സിൽ, അങ്ങനെ കുറച്ച് പോയിന്റ്സിലൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ വേദന തോന്നും. ആ ഒരു വേദന എന്ന് പറയുമ്പോൾ 3 മാസത്തിൽ കൂടുതൽ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേദനയോടൊപ്പം തന്നെ ഈ ഒരു പേഷ്യൻറ്റിന് എന്തുണ്ടായിരിക്കും, നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും, ഉറക്കമില്ലാത്തൊരവസ്ഥ വരാം, പിന്നെ അവർക്ക് ദേഷ്യം, അതായത് ഇങ്ങനെ ഒരു കുറേ കാലങ്ങളായിട്ട് ശരീരത്തിൽ മൊത്തത്തിൽ വേദന നിൽക്കില്ലേ, അപ്പോൾ അവർക്ക് നന്നായിട്ട് ദേഷ്യം വരാം, പിന്നെ നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ക്ഷീണം വരാം, പിന്നെ പറയുന്നതാണ് തലവേദന വരാം. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇവർക്കൊരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് വിളിക്കും. അതായത് ചില സമയത്ത് ഇവർക്ക് മലം പോവാത്തൊരവസ്ഥ, മലബന്ധം വരിക, ചില സമയത്ത് ഇവർക്ക് നന്നായിട്ട് വയറിളകി പോവുക, ഇങ്ങനത്തെ ഒരു കണ്ടീഷനും ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് വരാം. പിന്നെ പറയുന്നതാണ് മന്ദത അല്ലെങ്കിൽ ഓർമ്മക്കുറവ്. പിന്നെ ചില സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് ചൊറിച്ചിൽ, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇവരിൽ കാണുന്നത്. സാധാരണഗതിയിൽ ഈ ഫൈബ്രോമയാൾജിയ എന്നുള്ള കണ്ടീഷൻ പൊതുവെ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സിന് മുകളിലായിട്ട്, അതായത് ഇപ്പോൾ 30 വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ മൊത്തത്തിൽ വേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും ചിലപ്പോൾ പണിയെടുക്കാനുള്ള മടി കൊണ്ടാണ്, ചിലപ്പോൾ അതായത് ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണല്ലോ. പക്ഷേ ആ ഒരു പേഷ്യൻ്റ് അനുഭവിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫൈബ്രോമയാൾജി കൊണ്ടുള്ള വേദനയായിരിക്കാം. അപ്പോൾ നമ്മൾ അതന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന വ്യക്തമായ കാരണം എന്താണെന്ന് ശരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഫെമിലിയൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് പറയാം. പിന്നെ പറയുന്നത് ഈ ഒരു ഫൈബ്രോമയാൾജി ഉള്ള വ്യക്തികളിൽ അവരുടെ ഞരമ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. സാധാരണഗതിയിൽ ഒരാൾ വന്ന് തൊടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഞരമ്പിൽ നിന്ന് ആ ഒരു ഇമ്പൾസ് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരാൾ തൊടുമ്പോൾ അല്ലെങ്കിൽ വേദന നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ സാധാരണ കണ്ടീഷനിൽ ആ തൊടുന്ന ഒരവസ്ഥ എന്നുള്ളത് നമ്മൾ വേദനയായിട്ടല്ല അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ഫൈബ്രോമയാൾജിയ ഉള്ള ഒരാളിൽ നമ്മൾ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഞരമ്പ് ഇതൊരു ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യാമെന്ന് പറയും. അതായത് നമ്മൾ തൊട്ടു എന്നുള്ള ആ സെൻസേഷനെ നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അതൊരു വേദന എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ലൗഡ് സ്പീക്കറിലൊക്കെ നന്നായിട്ട് ശബ്ദം കേട്ട് അതായത് ഭയങ്കര ഒച്ചത്തിലാന്ന് പറയില്ലേ, അതുപോലെ നല്ലൊരു സ്റ്റിമുലസ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുക. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതൊരു വേദനയായിട്ടാണ് അങ്ങനത്തെ ആൾക്കാരിൽ തിരിച്ചറിയപ്പെടുന്നത്. ഇതാണ് ഇവരിലൊരു കാരണം എന്ന് പറയുന്നത്. അതായത് അവരുടെ ഞരമ്പ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവർക്ക് ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഇതൊരു സൈക്യാട്രിക് ഡിസീസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫൈബ്രോമയാൾജി ഉള്ള ആൾക്കാരിൽ, അതായത് നമ്മുടെ തലച്ചോറിൽ ശരിക്കും നമ്മുടെ ഈ ഒരു പെയിൻ സെൻറ്ററും പിന്നെ നമ്മുടെ മൂഡ് സെൻറ്റർ എന്ന് പറയുന്നത് അടുത്തടുത്തായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ കൂടുന്ന സമയത്ത് നമ്മുടെ മൂഡ് എന്ത് ചെയ്യും, ഡൗൺ ആവും.
അങ്ങനെ ഈ മൂഡ് ഡൗൺ ആകുമ്പോൾ പിന്നെ നമ്മുടെ പെയിൻ എന്തായിരിക്കും, പെയിൻ കൂടി നിൽക്കും. അങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പെയിൻ കൂടുക, അപ്പോൾ മൂഡ് കുറയുക, മൂഡ് കുറയുമ്പോൾ പിന്നെയും പെയിൻ കൂടുക, ഇങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിക്കും ഇത് ഇവർക്ക് ഒരു വേദനയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സൈക്കാട്രിക് ഡിസീസ് അല്ല, പക്ഷെ ഒരു ഇമോഷണൽ കാരണം കൊണ്ട് ഇവർക്ക് എന്ത് വരാം, ഈ ഒരു അസുഖം അങ്ങനെ കൂടി നിൽക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു വേദനയ്ക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫൈബ്രോമയാൾജിയ എന്നുള്ള വേദന നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യും, പെയിൻ കില്ലർ കൊടുക്കും. പെയിൻ കില്ലർ എത്ര നാളത്തേക്ക് കൊടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈബ്രോമയാൾജിയ എന്നുള്ള കണ്ടീഷൻ ഒരു പെയിൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ഈ പെയിൻ കില്ലർ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ എന്താണ്, അതായത് ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ചില ആൾക്കാരിൽ സഡൻ ആയിട്ടുള്ള ചിലരുടെ മരണങ്ങൾ കൊണ്ടോ ഡെത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബ്രേക്ക് വന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ അത് ഫാമിലിയിൽ ഹിസ്റ്ററി ആയിട്ട് വന്നതായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ചിലപ്പോൾ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും, കൗൺസിലിംഗ് മതിയാവും. കൗൺസിലിംഗ് കൂടെ തന്നെ നമുക്ക് ആ ഫൈബ്രോമയാൾജിയ എന്നുള്ള പെയിൻ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ കുറേ കാലം നമ്മൾ പെയിൻ കില്ലർ കഴിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അസുഖം മാറില്ല. ഈ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് വേദന മാറും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വേദന വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കൗൺസിലിംഗ് എടുക്കണം. പിന്നെ കാരണം എന്താണെന്ന് നമ്മൾ കൂടുതൽ ചോദിച്ചറിഞ്ഞ് അതിനുള്ള ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തണം. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് എക്സസൈസ് ഉണ്ട്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു 50 to 30 മിനിറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ സ്വിമ്മിങ്ങോ, ചിലപ്പോൾ ജോഗിങ്ങോ, ചിലപ്പോൾ വാക്കിങ്ങോ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് അവർക്ക് തിരഞ്ഞെടുക്കാം. ഏത് എക്സസൈസ് ആയാലും ഒരു ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോഡി മൊത്തത്തിൽ ആ പെയിൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് കുറച്ച് റിലീഫായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റോ നമ്മൾ എക്സസൈസ് ചെയ്യുക. വിത്ത് കൗൺസിലിംഗ് എടുക്കാവുന്നതാണ് നമുക്ക്. പിന്നെ യോഗ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് യോഗ ചെയ്യാം. ബ്രീത്തിങ് രീതിയിലോ പിന്നെ ചില പ്ലേസിലൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഈ പെയിന് കുറച്ച് റിലീഫ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ കാരണം എന്തെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈബ്രോമയാൾജിയ ആണെന്ന് പറയാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് 3 മാസത്തിൽ കൂടുതലായിട്ട് വേദന നിൽക്കുക, ശരീരത്തിൽ മൊത്തത്തിൽ ഒരുപോലെ വേദന നിൽക്കുക, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കാണുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരുവിധം എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കും. വാതത്തിൻ്റെ ആണോ, യൂറിക് ആസിഡ് കൊണ്ടാണോ, തൈറോയ്ഡ് കൊണ്ടാണോ. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ 3 മാസത്തിൽ കൂടുതൽ ഈ വേദന നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അതായത് ഈ ഒരു രോഗത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് എടുക്കാം, യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. ഇതിനൊരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ലാതെ ചെയ്യാവുന്ന കുറച്ച് ഡയറ്റുകളുണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ സ്ഥിരമായിട്ട് കഴിക്കുക. എന്തൊക്കെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വാദങ്ങളും തടയാൻ കഴിയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ നന്നായിട്ടുള്ള പച്ചക്കറികൾ പിന്നെ ഇലക്കറികൾ, പിന്നെ പറയുന്നതാണ് ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടും വരുന്ന പപ്പായ, കിവി, പാഷൻ ഫ്രൂട്ട്, പിന്നെ നമ്മുടെ നാരങ്ങ, അങ്ങനെ നെല്ലിക്ക, അങ്ങനെയുള്ള ബെറീസ്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മഞ്ഞൾ വെറുതെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടില്ല. മഞ്ഞളുടെ കൂടെ നമ്മൾ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുരുമുളക്, അതായത് പെപ്പറിന് കൂടി ആ ഒരു ആക്ഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ മഞ്ഞളുടെ കൂടെ എന്ത് ചെയ്യണം, കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി കിട്ടും. പിന്നെ ഗ്രീൻ ടീ നല്ലൊരു ഇതായിട്ട് നമുക്ക് പറയാം, ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ള സാധനമായിട്ട് പറയാം.
പിന്നെ ഇവർ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്, പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ടുള്ള ഡ്രിങ്ക്സുകൾ, അധികമായിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഷുഗർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഇവർ ഒഴിവാക്കണം. പിന്നെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ഒരു ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് പ്രധാനമായിട്ടും നമ്മുടെ മത്സ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ മത്തി, അയില, അങ്ങനെ ചെറു മത്സ്യങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ പറയുന്നതാണ് വിറ്റാമിൻ ഡി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ ഡിയുടെ കുറവും ഈ ഒരു ഫൈബ്രോമയാൾജിയ എന്നുള്ള കുറവും ഒരു ഇതുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവെന്ന് പറയുമ്പോൾ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നമ്മൾ നന്നായിട്ട് കൊണ്ടിട്ട് വിറ്റാമിൻ ഡിയുടെ അളവ് കൂട്ടിക്കെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു പെയിനിന് കുറവ് കിട്ടും. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ള ആൾക്കാരിൽ നമ്മൾ മെഡിസിൻ എന്നുള്ള രീതിയിൽ അപ്രോച്ച് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടത്. അതായത് അവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് ഈ ഒരു പെയിൻ സാധാരണഗതിയിൽ നമുക്കൊരു കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ശരീരം മൊത്തത്തിൽ വേദന നിൽക്കുമ്പോൾ എന്തായാലും നമ്മുടെ മൂഡ് മാറും. അപ്പോൾ ഈ മൂഡ് മാറുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മെൻ്റലി സപ്പോർട്ട് കൊടുക്കണം. ആ ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിൽ നിന്ന് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന എന്നുള്ള കണ്ടീഷൻ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ഇത് ഒരിക്കലും ഒരു സൈക്യാട്രിക് ഡിസീസ് അല്ല, പക്ഷേ ഇവിടെ ഒരു സൈക്യാട്രി ആയിട്ടൊരു ബന്ധം വരുന്നുണ്ട്. അതായത് നമ്മുടെ മൂഡ് മാറുന്നു എന്നൊരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് മറ്റ് അസുഖങ്ങളല്ല എന്ന് നമ്മൾ കറക്റ്റ് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ഇത് ഫൈബ്രോമയാൾജിയ ആണോ എന്ന് നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയ ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്